Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം റോഡിന്റെ തകർച്ച പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. പാതയിൽ തകർന്ന ഭാഗത്ത് നടത്തിയ പ്രതിഷേധ സംഗമം വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു. 2019 ഉരുൾപൊട്ടലിൽ ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയിട്ടില്ല. തകർന്ന ഭാഗത്തെ വലിയ കുഴികളിൽ വെള്ളം കെട്ടി നിന്നും കുഴിയിൽ വീണും അപകടങ്ങൾ തുടർക്കഥയാണ്. നാടുകാണി ചുരം പാതയിൽ ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് 35 ലക്ഷം രൂപയാണ്. 3 തവണ പൊതുമരാമത്ത് എസ്റ്റിമേറ്റ് പുതുക്കിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. എന്നാൽ റോഡ് തകർന്ന ഭാഗത്ത് കോറി വേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടടക്കാനാണ് അധികൃതർ ശ്രമിച്ചതെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും സുനീർ മണൽപ്പാടം പറഞ്ഞു. വളരെ അപകടകരമായ ഒരവസ്ഥയിൽ കുഴിയുണ്ടായിരിക്കുകയാണ്. പല തവണ പരാതി കൊടുത്തിട്ടും പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും നിലമ്പൂർ MLAയോ ഈ ഗവൺമെൻറ്റോ ഇതിന് ഒരു പരിഹാരവും കണ്ടെത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2-3 ദിവസങ്ങളിലായി തുടർച്ചയായി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അപകടപ്പെടുന്ന സന്ദർഭമുണ്ടായി. ഇതുവരെ ഇതിനൊരു നടപടിയും ഇത് യാത്രായോഗ്യമാക്കാനുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഗവൺമെൻറ് ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഈ ഭാഗം നിൽക്കുന്നത്. നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇതുവരെ അധികൃതരുടെ കണ്ണെത്തിയിട്ടില്ല എന്നുള്ളത് അതിദയനീയമായ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെ ഇരുഭാഗവും വളരെ താഴേക്ക് കുഴിയുള്ള ഗർത്തങ്ങളാണ് കാണുന്നത്. വീതിയില്ലാത്ത കൈവരിയില്ലാത്ത ഗട്ടറുള്ള വളരെയധികം ആഴത്തിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൽ വെള്ളമുണ്ട്. ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ ദിവസവും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുവാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് അറിയിക്കുക. സി രാമകൃഷ്ണൻ, ജോണി പിട്ടാപ്പിള്ളി, പി സുകുമാരൻ, ബോബി സി മാമ്പ്ര, ബിജു ഊറ്റഞ്ചേരി, അൻഷിദ് വഴിക്കടവ്, PK റജീബ്, അലവി കുരിക്കൽ, M മുജീബ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് എടക്കര.